ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് വിചാരിച്ചാൽ നാളെ നമ്മളൊരു സ്ഥലം വരെ ടൂർ പോകണം. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ബെഡുമേൽ ഞാൻ അങ്ങനെ കിടന്നു പോയി. പക്ഷെ നമ്മൾ എവിടെ പോകുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയിച്ചതരണ്ടേ. ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് സാധനം ഇതൊരു കോട്ടാണ്. എൻ്റെ മേക്കപ്പ് ഞാൻ ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഐലൈനറും ഇതിൽ ടച്ചിങ് ലിപ് ലൈനറും ഇത് മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കുന്നവരോടല്ല. ഇനിയും സാധനം ഉണ്ട്. ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ബ്രൈറ്റായി. ഇതാ എനിക്ക് ഇനിയും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഷഡോ പാലറ്റ് ഇത് ഫുള്ളായിട്ടുള്ള ഇത്, പിന്നെ അവിടെ നിന്ന് ഇടാനുള്ള കുറച്ച് ജ്വൽസുമാണ്. അതൊക്കെ നമുക്ക് ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം. ഇതാ ഫൗണ്ടേഷൻ, പിന്നെ ഈ ബ്ലെൻഡർ, ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോന്ന് വാങ്ങിയതൊന്ന്, പിന്നെ ഈ ഒരു കട്ടർ എടുക്കേണ്ട ലിപ് ലൈനർ കൂർപ്പിക്കാൻ. അപ്പം ഞാൻ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഉണ്ട്. ഈ കുഷ്യൻ ആരവിടെ കൊണ്ടുവച്ച് അനിയത്തിയായിരിക്കും, ബെൽഹാസീർ ആയിരിക്കും. ആളെ നമ്മൾ വിളിക്കുക ഇടയ്ക്കിടയ്ക്ക് ബെൽഹാസീർ കുന്തമേ. ഞാൻ വിളിക്കുന്ന പേരാട്ടോ ബെല്ലുമുളേ. സ്നേഹം വന്നു കഴിഞ്ഞാൽ ബെല്ലുമുളി, മുത്തുമുണ്ണി, പൊന്നാട് അങ്ങനെയൊക്കെ വിളിക്കുക. ഇത് എനിക്ക് 2 കളറിൻ്റെ എൻ്റെ യൂണിഫോം, ഒന്ന് ഇതും ഒന്നിതും. ഈ ജ്വൽസൊക്കെ ഞാൻ നോക്കിയെടുത്ത് വെക്കട്ടെ. എനിക്ക് പിടിച്ചു തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. സുഡിയാൻ്റെ ലിപ്സ്റ്റിക് അതിൻ്റെ മുകളിൽ എൻ്റെ അരിയത്ത് ബെല്ലുമോൾ കൊണ്ടുവന്ന് ലിപ്സ്റ്റിക് ആക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കണ്ടോ, പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലാക്കിയത് കണ്ടോ, പ്ലാസ്റ്റിക് ഷീറ്റ്. അതാണ് ഇതുണ്ടോ, ഒരു പാട് പോലും ഇല്ലല്ലോ. ഇതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ ഒരു തേങ്ങയും കൊണ്ടൊന്നും ഒട്ടിച്ചില്ല. നമ്മൾ വലിച്ച് പറിച്ചിളക്കുമ്പം ഇതിൻ്റെ മുകളിലൊന്ന് കാണാം. ഇത് വലിച്ച് പറിച്ചിളക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ഒന്ന് കാണാം. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് പറഞ്ഞുകൂടെ. ഇതിൻ്റെ മുകളിൽ എന്തായാലും നമുക്കൊന്നും കൂടി വൃത്തിയെടുക്കാം. ഇത് ഞാനിങ്ങനെ കൈമേൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. അല്ലാതെ ചുണ്ടിൻ്റെ അടികാളൊന്നും ഇല്ലാതെ ഇങ്ങനെ വയ്ക്കും. അപ്പം എൻ്റെ കൈമേലാവും. ഈ 100 റുപ്പീസ് എൻ്റെ അബ്ബ എനിക്കൊരു ചലഞ്ച് എന്നാൽ ഈ 100 റുപ്പീസ് വെച്ച് എനിക്ക് എന്തും വാങ്ങാം. പക്ഷേ ഇതിൽ ബാക്കിയൊരു 10 രൂപ 10 റുപ്പീസ് ബാക്കിയാവണമെന്ന്, ബാലൻസ് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചു എനിക്ക് ഈ 100 റുപ്പീസ് ഫുള്ളായിട്ട് തീർക്കാൻ പറ്റുമോ എന്ന്.